ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പഠിപ്പിര A to Z. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടഡ് എക്സാമുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ പഠിപ്പിര A to Z ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാകുകയുള്ളൂ. കേട്ടറ്റുമായി റിലേറ്റ് ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കേട്ടറ്റ് കാറ്റഗറി 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് കേട്ടറ്റ് കാറ്റഗറി 1 എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് സബ്ജക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. താഴെ പറയുന്നവയിൽ ബലത്തിൻ്റെ യൂണിറ്റാണ് ഡാഷ്. താഴെ പറയുന്നവയിൽ ബലത്തിൻ്റെ യൂണിറ്റാണ് ഡാഷ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് ബലത്തിൻ്റെ യൂണിറ്റ്? താഴെ ഓപ്ഷൻ തന്നിരിക്കുന്നു. ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ഡി കെൽവിൻ. ഒന്നും കൂടി ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ഡി കെൽവിൻ. ഏതാണ് ബലത്തിൻ്റെ യൂണിറ്റ്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇങ്ങനെ യൂണിറ്റ് ഏത്, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്ത്, വൈദ്യുതിയുടെ യൂണിറ്റ് എന്ത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കും. അപ്പോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട ആ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക. ബലത്തിൻ്റെ യൂണിറ്റ്, മാസിൻ്റെ യൂണിറ്റ്, കറൻറ്റിൻ്റെ യൂണിറ്റ്, വൈദ്യുതിയുടെ യൂണിറ്റ്, അങ്ങനെ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ്, അങ്ങനെ ഏതിൻ്റെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി ഏത്? പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പിസികൾച്ചർ, ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ, ഓപ്ഷൻ സി എപ്പിക്കൾച്ചർ, ഓപ്ഷൻ ഡി സെറികൾച്ചർ. ഒന്നും കൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ പിസികൾച്ചർ, ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ, ഓപ്ഷൻ സി എപ്പിക്കൾച്ചർ, ഓപ്ഷൻ ഡി സെറികൾച്ചർ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഹോർട്ടിക്കൾച്ചറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക. കൃഷി രീതി, ഇപ്പോൾ പട്ടുനൂൽപ്പുഴു വളർത്തുന്ന കൃഷി രീതിക്ക് പറയുന്ന പേര്, തേനീച്ച വളർത്തുന്ന കൃഷി രീതി, മത്സ്യങ്ങളെ വളർത്തുന്ന കൃഷി രീതി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, കാസ്റ്റ് അയൺ എന്ന ലോഹസങ്കരം ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? കാസ്റ്റ് അയൺ എന്ന ലോഹസങ്കരം ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? ഓപ്ഷൻ എ അയൺ, കാർബൺ, സിലിക്കൺ, ഓപ്ഷൻ ബി അയൺ, സിങ്ക്, സിലിക്കൺ, ഓപ്ഷൻ സി അയൺ, കാർബൺ, ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി അയൺ, കാർബൺ, സിങ്ക്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, അയൺ, കാർബൺ, സിലിക്കൺ എന്നിവയാണ്. കാസ്റ്റ് അയൺ എന്ന ലോഹസങ്കരം അയൺ, കാർബൺ, സിലിക്കൺ എന്നിവ ചേർന്നതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ZBNF എന്ന ചെലവ് കുറഞ്ഞ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ZBNF എന്ന ചെലവ് കുറഞ്ഞ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ, ഓപ്ഷൻ ബി സുഭാഷ് പലേക്കർ, ഓപ്ഷൻ സി മേധാ പട്കർ, ഓപ്ഷൻ ഡി പൊക്കുടൻ. ഒന്നും കൂടി ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ, ഓപ്ഷൻ ബി സുഭാഷ് പലേക്കർ, ഓപ്ഷൻ സി മേധാ പട്കർ, ഓപ്ഷൻ ഡി പൊക്കുടൻ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, സുഭാഷ് പലേക്കർ ആണ് കറക്റ്റ് ഓപ്ഷൻ, സുഭാഷ് പലേക്കർ. ഓക്കെ, നെക്സ്റ്റ് വൺ, അമിത വൈദ്യുത പ്രവാഹം മൂലമോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഉപകരണങ്ങൾക്ക് തകരാറുണ്ടാകുന്നത് തടയുന്ന സുരക്ഷാ സംവിധാനമാണ് MCB. MCBയുടെ പൂർണ്ണരൂപം എന്ത്? ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. അമിത വൈദ്യുത പ്രവാഹം മൂലമോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഉപകരണങ്ങൾക്ക് തകരാറുണ്ടാകുന്നത് തടയുന്ന സുരക്ഷാ സംവിധാനമാണ് MCB. ഇതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ എ മാക്രോ സർക്യൂട്ട് ബ്രേക്കർ, ഓപ്ഷൻ ബി മോഡൽ സർക്യൂട്ട് ബ്രേക്കർ, ഓപ്ഷൻ സി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഓപ്ഷൻ ഡി മാനിപ്പുലേറ്റഡ് സർക്യൂട്ട് ബ്രേക്കർ. ഒന്നും കൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ മാക്രോ സർക്യൂട്ട് ബ്രേക്കർ, ഓപ്ഷൻ ബി മോഡൽ സർക്യൂട്ട് ബ്രേക്കർ, ഓപ്ഷൻ സി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഓപ്ഷൻ ഡി മാനിപ്പുലേറ്റഡ് സർക്യൂട്ട് ബ്രേക്കർ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്?
മാക്രോ സർക്യൂട്ട് ബ്രേക്കർ, മോഡൽ സർക്യൂട്ട് ബ്രേക്കർ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, സാധാരണ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെ? സാധാരണ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് വലുതായി കാണിക്കുന്നത് അതിന് സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഡയഫ്രവും ഐ പീസും, ഓപ്ഷൻ ബി ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും, ഓപ്ഷൻ സി ഒബ്ജക്റ്റീവ് ലെൻസും ഡയഫ്രവും, ഓപ്ഷൻ ഡി ഡയഫ്രവും ദർപ്പണവും. ഒന്നും കൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഡയഫ്രവും ഐ പീസും, ഓപ്ഷൻ ബി ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും, ഓപ്ഷൻ സി ഒബ്ജക്റ്റീവ് ലെൻസും ഡയഫ്രവും, ഓപ്ഷൻ ഡി ഡയഫ്രവും ദർപ്പണവും. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും. ദെൻ നെക്സ്റ്റ് വൺ, ഒരു ശാസ്ത്രാധ്യാപികയുടെ ടീച്ചിങ് മാനുവലിലെ ഒരു ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നതേത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ശാസ്ത്രാധ്യാപികയുടെ ടീച്ചിങ് മാനുവലിലെ ഒരു ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നതേത്? ഉപകരണങ്ങൾ നന്നാക്കുന്നത് സംബന്ധിച്ച് SRG ഹെഡ് മാസ്റ്റർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് പ്രത്യേക പഠനോപകരണം നിർമ്മിക്കണം. 7 കുട്ടികൾ പരീക്ഷണം ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ചെയ്തില്ല. ഇതാണ് മാനുവലിലെ ഭാഗം. ഒന്നും കൂടി ടീച്ചിങ് മാനുവലിലെ ഭാഗം വായിക്കാം. ഉപകരണങ്ങൾ നന്നാക്കുന്നത് സംബന്ധിച്ച് SRG ഹെഡ് മാസ്റ്റർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഉപകരണങ്ങൾ നന്നാക്കുന്നത് സംബന്ധിച്ച് SRG ഹെഡ് മാസ്റ്റർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. സെക്കൻഡ് ഭാഗം, അടുത്ത ക്ലാസ്സിൽ കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് പ്രത്യേക പഠനോപകരണം നിർമ്മിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, 7 കുട്ടികൾ പരീക്ഷണം ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ചെയ്തില്ല. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ഓപ്ഷൻ എ പ്രക്രിയ പേജ്, ഓപ്ഷൻ ബി വിലയിരുത്തൽ പേജ്, ഓപ്ഷൻ സി പ്രാഥമിക വിവരങ്ങൾ, ഓപ്ഷൻ ഡി പ്രതിഫലനാത്മക കുറിപ്പ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, പ്രതിഫലനാത്മക കുറിപ്പാണ്. ദെൻ നെക്സ്റ്റ് വൺ, ശാസ്ത്ര പഠനത്തിൽ പദങ്ങൾ, വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നിവ കൃത്യതപ്പെടുത്തുന്നതിലും അവതരിപ്പിക്കുന്നതിലും ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. ശാസ്ത്ര പഠനത്തിൽ പദങ്ങൾ, വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നിവ കൃത്യതപ്പെടുത്തുന്നതിനും അവതരിപ്പിക്കുന്നതിലും ഒരു കുട്ടി മികവ് പ്രകടിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത്? ഏത് മേഖലയിലാണ്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ പ്രക്രിയാശേഷി മേഖല, ഓപ്ഷൻ ബി സർഗാത്മക മേഖല, ഓപ്ഷൻ സി പ്രയോഗ മേഖല, ഓപ്ഷൻ ഡി വൈജ്ഞാനിക മേഖല. ഒന്നുകൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ പ്രക്രിയാശേഷി മേഖല, ഓപ്ഷൻ ബി സർഗാത്മക മേഖല, ഓപ്ഷൻ സി പ്രയോഗ മേഖല, ഓപ്ഷൻ ഡി വൈജ്ഞാനിക മേഖല. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, വൈജ്ഞാനിക മേഖലയാണ് കറക്റ്റ് ഓപ്ഷൻ, വൈജ്ഞാനിക മേഖല. ഓക്കെ. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിയാപരികൽപ്പനയുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിയാപരികൽപ്പനയുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ അധ്യാപനത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളുമായി യുക്തിപരമായി ബന്ധപ്പെട്ടത്, ഓപ്ഷൻ ബി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പരിശോധന വിധേയമാക്കാവുന്നത്, ഓപ്ഷൻ സി കൃത്യതയോടെയും അവ്യക്തതയില്ലാതെയും പ്രസ്താവിച്ചത്, ഓപ്ഷൻ ഡി സാമാന്യവൽക്കരിക്കാൻ കഴിയുന്ന പ്രസ്താവന. ഒന്നുകൂടി ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ അധ്യാപനത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളുമായി യുക്തിപരമായി ബന്ധപ്പെട്ടത്, ഓപ്ഷൻ ബി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പരിശോധന വിധേയമാക്കാവുന്നത്, ഓപ്ഷൻ സി കൃത്യതയോടെയും അവ്യക്തതയില്ലാതെയും പ്രസ്താവിച്ചത്, ഓപ്ഷൻ ഡി സാമാന്യവൽക്കരിക്കാൻ കഴിയുന്ന പ്രസ്താവന. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, സാമാന്യവൽക്കരിക്കാൻ കഴിയുന്ന പ്രസ്താവന. ദെൻ നെക്സ്റ്റ് വൺ, ദ്രവ്യങ്ങളുടെ ഏത് പ്രത്യേകതയാണ് അതിൻ്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്? ദ്രവ്യങ്ങളുടെ ഏത് പ്രത്യേകതയാണ് അതിൻ്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ സാന്ദ്രത, ഓപ്ഷൻ ബി തൂക്കം, ഓപ്ഷൻ സി ഭൂഗുരുത്വം, ഓപ്ഷൻ ഡി സംയോജകത. ഒന്നുകൂടി ഓപ്ഷൻസ് പറയാം.
ഓപ്ഷൻ എ സാന്ദ്രത, ഓപ്ഷൻ ബി തൂക്കം, ഓപ്ഷൻ സി ഭൂഗുരുത്വം, ഓപ്ഷൻ ഡി സംയോജകത. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, സാന്ദ്രതയാണ് കറക്റ്റ് ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ, യൂണിറ്റ് ഫ്രെയിമുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? യൂണിറ്റ് ഫ്രെയിമുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? യൂണിറ്റ് ഫ്രെയിമുമായി യോജിക്കാത്ത പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഓപ്ഷൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. 2 ഓപ്ഷൻ വരും, ഒന്നിക്ക് 2 or 3 ഓപ്ഷൻ കറക്റ്റായി വരാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാവശ്യമായ ശാസ്ത്രാശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും കൂടി ഓപ്ഷൻ എ പറയാം. പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാവശ്യമായ ശാസ്ത്രാശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ബി പ്രക്രിയാശേഷികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ബി പ്രക്രിയാശേഷികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോറി, ഇത് ഓപ്ഷനല്ല, പ്രസ്താവനകളാണ്. അതിൽ ഫ്രെയിമുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഓപ്ഷൻ. ഓക്കെ, ഫസ്റ്റ് പ്രസ്താവന പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാവശ്യമായ ശാസ്ത്രാശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് പ്രസ്താവന പ്രക്രിയാശേഷികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് വൺ വിവിധ വിലയിരുത്തൽ സാധ്യതകൾ വിശദമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫോർത്ത് വൺ ഓരോ യൂണിറ്റിലെയും പഠന നേട്ടങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ പഠന നേട്ടവുമായി ബന്ധപ്പെട്ട പരിഹാര പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും കൂടി പറയാം. ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിനാവശ്യമായ ശാസ്ത്രാശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പ്രസ്താവന എ. സെക്കൻഡ് പ്രസ്താവന ബി എന്ന് പറയുന്നത് പ്രക്രിയാശേഷികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് പ്രസ്താവന സി എന്ന് പറയുന്നത് വിവിധ വിലയിരുത്തൽ സാധ്യതകൾ വിശദമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫോർത്ത് പ്രസ്താവന ഡി എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിലെയും പഠന നേട്ടങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് പ്രസ്താവന ഇ എന്ന് പറയുന്നത് പഠന നേട്ടവുമായി ബന്ധപ്പെട്ട പരിഹാര പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ സിയും ഇയും തെറ്റായ പ്രസ്താവനകളാണെന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് എ ബിയും സിയും, എയും ബിയും ഇയുമാണ് തെറ്റായ പ്രസ്താവനകൾ. സി ഓപ്ഷൻ പറയുന്നത് എയും സിയും ഇയും. ഫോർത്ത് ഓപ്ഷൻ ഡിയും ഇയും. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, സിയും ഇയും. അതായത് സി എന്നുള്ളത് വിവിധ വിലയിരുത്തൽ സാധ്യതകൾ വിശദമായി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന പ്രസ്താവനയും ഇ എന്നുള്ളത് പഠന നേട്ടവുമായി ബന്ധപ്പെട്ട പരിഹാര പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 പ്രസ്താവനകളാണ് യോജിക്കാത്തത്. ഏതുമായി യോജിക്കാത്തത്? യൂണിറ്റ് ഫ്രെയിമുമായി യോജിക്കാത്ത പ്രസ്താവനകൾ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മരച്ചീനി, ഓപ്ഷൻ ബി ക്യാരറ്റ്, ഓപ്ഷൻ സി ബീട്രൂട്ട്, ഓപ്ഷൻ ഡി ഉരുളക്കിഴങ്ങ്. ഒന്നുകൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ മരച്ചീനി, ഓപ്ഷൻ ബി ക്യാരറ്റ്, ഓപ്ഷൻ സി ബീട്രൂട്ട്, ഓപ്ഷൻ ഡി ഉരുളക്കിഴങ്ങ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? മരച്ചീനിയാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മരച്ചീനി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? അപ്പോൾ വൈറസ് രോഗം ഏതാണെന്നും ബാക്ടീരിയ രോഗം ഏതാണെന്നും നമുക്ക് അറിവുണ്ടാകണം, അവബോധമുണ്ടാകണം. ഓക്കെ, വൈറസ് പരത്തുന്ന രോഗങ്ങൾ, ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ എന്നിവ ലിസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗം ഏത്? ഓപ്ഷൻ എ വില്ലൻ ചുമ, ഓപ്ഷൻ ബി കുഷ്ഠം, ഓപ്ഷൻ സി മുണ്ടിനീര്, ഓപ്ഷൻ ഡി കോളറ. ഒന്നുകൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ വില്ലൻ ചുമ, ഓപ്ഷൻ ബി കുഷ്ഠം, ഓപ്ഷൻ സി മുണ്ടിനീര്, ഓപ്ഷൻ ഡി കോളറ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, മുണ്ടിനീരാണ് കറക്റ്റ് ഓപ്ഷൻ. മുണ്ടിനീരാണ് വൈറസ് പരത്തുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കടലുണ്ടിയെ ഒരു പരിസ്ഥിതി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രദേശം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. കടലുണ്ടിയെ ഒരു പരിസ്ഥിതി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ പ്രദേശം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ എ സാങ്ച്വറി, ഓപ്ഷൻ ബി ബയോസ്ഫിയർ, ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവ്, ഓപ്ഷൻ ഡി നാഷണൽ പാർക്ക്. ഒന്നും കൂടി ഓപ്ഷൻ പറയാം.
ഓപ്ഷൻ എ സാങ്ച്വറി, ഓപ്ഷൻ ബി ബയോസ്ഫിയർ, ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവ്, ഓപ്ഷൻ ഡി നാഷണൽ പാർക്ക്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി. ദെൻ നെക്സ്റ്റ് വൺ, കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ഡാഷ് വഴിയാണ്. കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ഡാഷ് വഴിയാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ലെൻറ്റിസൽ, ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ, ഓപ്ഷൻ സി ശ്വസന വേരുകൾ, ഓപ്ഷൻ ഡി ശ്വസന നാളികൾ. ഒന്നുകൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ലെൻറ്റിസൽ, ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ, ഓപ്ഷൻ സി ശ്വസന വേരുകൾ, ഓപ്ഷൻ ഡി ശ്വസന നാളികൾ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ശ്വസന വേരുകളാണ് കറക്റ്റ് ഓപ്ഷൻ. കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ശ്വസന വേരുകൾ വഴിയാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ മെർക്കുറി, ഓപ്ഷൻ ബി ഇറീഡിയം, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി റീനിയം. ഒന്നും കൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ മെർക്കുറി, ഓപ്ഷൻ ബി ഇറീഡിയം, ഓപ്ഷൻ സി ടങ്സ്റ്റൺ, ഓപ്ഷൻ ഡി റീനിയം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം, ടങ്സ്റ്റൺ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ആസിഡിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ഏത് കളറാവുന്നു? എന്താണ് സംഭവിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. ആസിഡിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ എ നീലയാവുന്നു, ഓപ്ഷൻ ബി വയലറ്റ് ആവുന്നു, ഓപ്ഷൻ സി നിറമില്ലാതാവുന്നു, ഓപ്ഷൻ ഡി മാറ്റം വരുന്നില്ല. ഒന്നും കൂടി പറയാം. എ നീലയാവുന്നു, ബി വയലറ്റ് ആവുന്നു, സി നിറമില്ലാതാവുന്നു, ഡി മാറ്റം വരുന്നില്ല. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, മാറ്റം വരുന്നില്ല എന്നതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നെക്സ്റ്റ് വൺ, ഉള്ളിയിൽ ആഹാരം സംഭരിക്കുന്നത് എവിടെയാണ്? ഉള്ളി അറിയാം, ഉള്ളിയിൽ ആഹാരം സംഭരിക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മുകുളങ്ങളിലാണ്, ഓപ്ഷൻ ബി പർവ്വങ്ങളിലാണ്, ഓപ്ഷൻ സി ശൽക്കപാത്രങ്ങളിലാണ്, ഓപ്ഷൻ ഡി ഇലകളിലാണ്. ഒന്നും കൂടി പറയാം. ഉള്ളിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മുകുളത്തിലാണ്, ഓപ്ഷൻ ബി പർവ്വങ്ങളിലാണ്, ഓപ്ഷൻ സി ശൽക്കപത്രങ്ങളിലാണ്, ഓപ്ഷൻ ഡി ഇലകളിലാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ സി ആണ്, ശൽക്കപത്രങ്ങളിലാണ് ഉള്ളിയിൽ ആഹാരം സംഭരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ ഇട്ട് വളർത്തുന്ന സംവിധാനത്തെ പറയുന്ന പേര്. മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ ഇട്ട് വളർത്തുന്ന സംവിധാനത്തെ പറയുന്ന പേര്. ഓപ്ഷൻ എ അക്വേറിയം, ഓപ്ഷൻ ബി വിവേറിയം, ഓപ്ഷൻ സി ടെറേറിയം, ഓപ്ഷൻ ഡി സെലേറിയം. ഒന്നുകൂടി ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ അക്വേറിയം, ഓപ്ഷൻ ബി വിവേറിയം, ഓപ്ഷൻ സി ടെറേറിയം, ഓപ്ഷൻ ഡി സെലേറിയം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ടെറേറിയം ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. കേട്ടറ്റ് കാറ്റഗറി 1 പ്രീവിയസ് ഇയർ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ക്വസ്റ്റ്യൻസ് പാർട്ട് 1 വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Then thanks for watching this video. Have a nice day. Bye.